ഹലോ ഗായ്സ്, വെൽക്കം ടു SS സ്റ്റോറീസ്. ഗായ്സ്, നമ്മൾ പറയില്ലേ, ഒരു സാധനം നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് പ്രപഞ്ചം അത് നേടിത്തരുന്നത്. അത് സത്യമാണ് കേട്ടോ. എന്താണ് ഞാൻ പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഈ അടുത്ത് ഞാൻ വന്നിരുന്നു. ഈ ദ്വീപിലെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഞാൻ കണ്ടു. പക്ഷെ ഒരു സ്ഥലം മാത്രം ഞാൻ കണ്ടില്ല. നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കാണണമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ നിന്നതായിരുന്നു. അപ്പോഴാണ് സാന്ദ്ര ബേബിക്ക് ഒരു പനി വന്നത്. ഗൈസ്, നമ്മൾ മനസ്സിൽ വിചാരിച്ചു സാന്ദ്ര ബേബിക്ക് പനി കുടിയും. അപ്പോൾ നമ്മൾ സാന്ദ്ര ബേബിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഗൈസ്, നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഹോസ്പിറ്റൽ നോക്കാം. ഇപ്പം ഏകദേശം നാട്ടിലെ 4 മണിയായിട്ടുണ്ട്. സാന്ദ്ര ബേബി ഇങ്ങനെ നടന്ന് പോവുകയാണ്. വളരെ ക്ഷീണിതയാണ്. എന്തോ. അപ്പോൾ ഗൈസ്, പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, ഒരു ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആഗ്രഹിക്കുക. അത് നമ്മുടെ യൂണിവേഴ്സ് അത് സാധിച്ചു തരും. അതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാവുന്നത്. ഗൈസ്, സാന്ദ്രയ്ക്ക് വളരെ ക്ഷീണിതയാണ്. എന്താണെന്ന് അറിയില്ല. നമ്മൾ ഡോക്ടറെ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറെ വിളിക്കുമ്പോൾ നമ്മൾ പോകണം. തക്കുടിന് സൂചി വെക്കുമെന്ന് പറയുകയാണെങ്കിൽ നമ്മളത് നിൽക്കില്ല. തക്കുടിന് സൂചി പേടിയാണ്. ഗൈസ്, നമ്മുടെ നാട്ടിൽ നിന്ന് പല ഹോസ്പിറ്റലിൽ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് വീട്ടിലെ കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനിക്കാരി കിട്ടിയിട്ടുണ്ട്. സാന്ദ്ര ബേബി പോവുകയാണ്. പാവൻ്റെ ബേബി വെള്ളം നിറച്ച് ഗുളികയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ഹാപ്പി അല്ലേ? അങ്ങനെ സാന്ദ്ര ബേബി നടക്കുകയാണ്. എന്തോരം മരുന്നുകളാണ് ബേബി നോടെ. വാവ്, നോടെ എന്തോ. സാന്ദ്ര ബേബി ഒരു ഡോളോ ചോദിച്ചു. ഒരു പൂക്കാലം മോഡൽ ഒരുപാട് ഡോളോ അല്ലാന്ന് തോന്നുന്നില്ലേ, വേറെന്താ തോന്നുന്നല്ലേ? അഫമോൾ എന്തൊക്കെയോ മോളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതാണ് ഞാൻ ഇങ്ങനെ അവിടെ വരണം ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടേ ഉള്ളൂ. അപ്പാണ് ഒന്നും പറയാനില്ല. ഇനി വേറെ എന്തെങ്കിലും വിചാരിക്കണം. ഇനി കുൽദഫിഷ് എയർപോർട്ടിലേക്ക് പോകണമെന്ന് വിചാരിക്കണം. ഇപ്പം വളരെ ടയേർഡാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കാണാം ഗൈസ്. ഒരു ഹായ് പറയൂ, ബൈ പറയൂ. ബൈ. ഓക്കെ.